പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. ശ്വാനന്റെ വാൽ എത്രനാൾ കുഴലിലിട്ടാലും അതിനൊരു മാറ്റവും സംഭവിക്കില്ല. ഇതുതന്നെയാണ് മനുഷ്യ സ്വഭാവത്തിലും ഉണ്ടാകാവുന്ന വ്യതിചലനങ്ങൾ. ജാത്യ ഗുണങ്ങൾ ഒരിക്കലും തൂത്താൽ മാറില്ല എന്ന് പറയും പോലെ ജന്മനാ കിട്ടുന്ന നന്മ തിന്മകൾ ജീവിതകാലം മുഴുവൻ മനുഷ്യന്റെ കൂടെ തന്നെ ഉണ്ടാകും. വിദ്യാഭ്യാസ തലത്തിൽ നമുക്ക് ചെറിയ അറിവുകൾ മാത്രമാണ് ലഭ്യമാകുന്നത്. എന്നാൽ മാതാപിതാക്കൾ നൽകുന്ന തിരിച്ചറിവും സാമൂഹ്യ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അറിവുമാണ് ലോകത്തിലേറ്റവും വലുത്. ചിരിക്കാനും മലർന്നു കിടന്ന് തുപ്പാനും കഴിയുന്ന ഏകജീവി മനുഷ്യൻ മാത്രമാണ്. ഒരു ചെറിയ ശതമാനം ഒഴിച്ചാൽ അധികാരത്തിനും പണത്തിനും ശാരീരിക സുഖ സൗകര്യങ്ങൾക്കുമാണ് ഇവിടെ നാം പ്രാമുഖ്യം നൽകുന്നത്. എല്ലാം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എല്ലാ പ്രകൃതി നിർമ്മിതികളും. എന്നാൽ ശക്തൻ അശക്തനെ കീഴ്പ്പെടുത്തുന്ന ദൃശ്യമാണ് നമുക്ക് പലപ്പോഴും കാണേണ്ടി വരുന്നത്. സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു യുവ സമൂഹം വളർന്നു വരുന്നതിന്റെ ശംഖുലിയാണ് കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപാരം. ഒട്ടനവധി നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് സിഗരറ്റ് കവറിന് മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പൊതുസ്ഥലത്ത് നിന്നും പുകവലിക്കാനും പാടില്ല. മദ്യം വാങ്ങാം, കുടിക്കാം. എന്നാൽ ഭാര്യ പരാതിപ്പെട്ടാൽ ഭർത്താവ് അഴിയെണ്ണുന്ന പ്രാകൃത നിയമങ്ങൾ മാറി വന്നാൽ മാത്രമേ ഈ രാജ്യം നന്നാകൂ. മറുപക്ഷം ഉണ്ടാകാം. അവിടെയാണ് തിരിച്ചറിവിന്റെ പ്രസക്തി. ചിന്തകളിൽ നന്മമരങ്ങൾ പൂക്കുകയും പ്രവർത്തനങ്ങളിൽ നേർവഴികൾ തേടുകയും ചെയ്താൽ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. അതെ, മറ്റുള്ളവർക്ക് നേരെ ആര് വിരൽ ചൂണ്ടുമ്പോഴും നമുക്ക് നേരെയും ഉണ്ടാകും മറ്റൊരു വിരൽ. തെറ്റുകൾ തിരുത്തി മുന്നേറാൻ നമുക്ക് കഴിയണമെന്നും അപ്പോൾ മാത്രമാണ് ജീവിത വിജയം സാധ്യമാകുന്നതും എന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.